ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന മലയാള ചിത്രം ഉടൻ തന്നെ തിയേറ്ററിലെത്തി എത്തുകയാണ്. അതിനോടനുബന്ധിച്ച് എല്ലാ മീഡിയ പ്രവർത്തകർക്കുമായി പത്രസമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ചാർജി തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ DOP കൈകാര്യം ചെയ്ത ഷായാണ്. ചിത്രം അവസാനം അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തോടു കൂടി തന്നെ തിയേറ്ററിലെത്തും. കേരളത്തിലെ വിവിധ തിയേറ്ററിൽ കളിക്കുന്നതാണ്. അപ്പോൾ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനിരിക്കുന്ന നമ്മുടെ സംവിധായകൻ തന്നെ ചാർജി തോമസ്, പിന്നെ പ്രധാന വേഷം ചെയ്ത പ്രിൻസ്, നമുക്ക് ഇവർക്ക് അറിയാം, ഹേമന്ത് മേനോൻ നായക നടൻ, മ്യൂസിക് ഡയറക്ടർ പ്രശാന്ത് മോഹൻ, ഗായിക ആരതിപ്പുടി, ആദ്യ ഗായിക സംരംഭമാണ്. ഇവർക്ക് ചോദിക്കാൻ ചോദ്യങ്ങളൊക്കെ ഇതിനു ശേഷം. പിന്നെ രണ്ട് നായികമാരാണ്, മറ്റൊരു നായിക അശ്വതി. ഇവർ ഇത്രയും പേരാണ് പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത്. ആദ്യം സംവിധായകൻ തന്നെ ചെറിയൊരു ആമുഖം പത്രത്തെ നമ്മുടെ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കും. അതിനുശേഷം മീഡിയക്കാർക്ക് എല്ലാവരും ചോദിക്കാം, എന്താണ് ചോദിക്കാനുള്ളത് വെച്ചാൽ. ഓക്കെ, എല്ലാ മാധ്യമപ്രവർത്തകരും ഫ്രണ്ടിലോട്ട് വരേണ്ടതാണ്. ഈ സിനിമയുടെ ലൊക്കേഷൻ മറ്റു കാര്യങ്ങളൊക്കെ അറിയാനെങ്കിൽ ആഗ്രഹമുണ്ടാകും. ഇതിൻ്റെ ലൊക്കേഷൻ ബേസിക്കലി എറണാകുളത്തും വാഗമണ്ണിൽ ആണ് കൂടുതലായിട്ടുള്ള സീനുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അതിലെ ഒരു സീന് ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. അവിടെയാണ് ഒരു പാട്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു സസ്പെൻസ് ത്രില്ലറാണ്. ഈ സസ്പെൻസ് ത്രില്ലർ ഓരോരുത്തരും തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു രസം മനസ്സിലാകുന്നത്. ആ രീതിയിലുള്ള ഫ്ലോയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ഏറെ പേർ ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് എടുത്തു പറയേണ്ട കാര്യം, എല്ലാവരും ഒരുപോലെ ഹാർഡ് വർക്ക് ചെയ്തു. എന്നാൽ പോലും ഷാഹു ഷാ is the only reason this movie happened here. Because he's one of the best organizers and he has a team. They work really hard. Really hard. And Anshul Rose, the producer, is so happy with it. And actually, Anshul Rose and Shabu Shah is friends on social media. That's the reason it happened. അതുകൊണ്ട് അവർ തമ്മിൽ സുഹൃത്തുക്കൾ അങ്ങനെ സംസാരിച്ചാണ് എന്നിലേക്ക് വരുന്നത്. മലയാളത്തിലൊരു സിനിമ ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ഇങ്ങനെ ഒരു സന്ദർഭം പെട്ടെന്ന് കിട്ടിയപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. ഞാൻ സാധാരണ ഇംഗ്ലീഷ് സിനിമ അവിടെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു സിനിമ ചെയ്തത് വാക്ക് ടു ടാങ്കോ ഇസ് എ മർഡർ മിസ്റ്ററി, ഈസ് ഇൻ പോസ്റ്റ് പ്രൊഡക്ഷൻ. കൊറോണയ്ക്ക് മുമ്പൊക്കെ റിലീസ് ചെയ്തതായിരുന്നു, ഹോളാണ്. അപ്പം അതിനുശേഷമാണ് കേരളത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ ഒരു നല്ല സിനിമ ചെയ്യാം. എല്ലാവരും നല്ല ആർട്ടിസ്റ്റാണ്, എല്ലാം നല്ല ഹാർഡ് വർക്ക് ചെയ്തു. ടു ദ ബെസ്റ്റ് ഓഫ് ദ എബിലിറ്റി ഐ ഹാവ് ടു സേ. അപ്പോൾ അത് എക്സലൻ്റ് ആണോ, അത് എത്രമാത്രം ഭംഗിയുള്ളതൊക്കെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് നമ്മളത് പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം നല്ല ഭംഗിയായി ചെയ്യുന്നതാണ്. എൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഓൺ ബിഹാഫ് ഓഫ് Anshul Rose as well. I already sent some video clips to her. She is sleeping now, but she's so happy with it. She wanted to come here, but she didn't get the visa to get to India. So അതുകൊണ്ട് എന്തായാലും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, കാണാൻ പറ്റുമല്ല, എല്ലാവരെയും കാണാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. ഞാൻ എൻ്റെ ബെസ്റ്റായിട്ടുള്ള ആൻസർ ഞാൻ പറയാൻ ശ്രമിക്കാം. സ്മാർട്ട് ഫോൺ പ്രണയം അതൊരു അതിന്റെ ടൈറ്റിൽ തന്നെ ഉണ്ട്. എന്താണ് സബ്ജക്റ്റ് എന്ന് മുന്നിൽ കൊടുക്കുക. അതിന്റെ ടൈറ്റിൽ തന്നെ ഉണ്ട് എന്താണ് സബ്ജക്ട് പറയുന്നത് എന്നുള്ളത്. പക്ഷേ നോർമൽ പ്രണയങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു സാധനമാണ്. തിയേറ്ററിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ് ഈ ചിത്രം? ഈ ചിത്രം എന്ന് പറയുന്നത് ഗുഡ് ക്വസ്റ്റ്യൻ. ഈ ചിത്രം വ്യത്യസ്തമാകുന്നതിന്റെ കാരണം ഇതില് സാധാരണ നിങ്ങൾ മലയാള സിനിമയിൽ സാധാരണ കാണാത്ത ചില തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ മറ്റു ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടെ ഒരു വെസ്റ്റേൺ ചേവയുണ്ടാവും, ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. അതാണ് അതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യസ്ത ഭാവം കാണാൻ പറ്റും. ഓരോ സിനിമയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വ്യത്യസ്തമായിട്ടാണ്. കാരണം ആർക്കും തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സിനിമ കാണാൻ ഇഷ്ടമില്ല. ഇതൊരു വ്യത്യസ്തമായിരിക്കും. എല്ലാവർക്കും ഇഷ്ടമാണ്. മാത്രമല്ല വലിയ വെയിറ്റുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഫാമിലിയായി പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ആ ഫ്ലോ ലാസ്റ്റ് സെക്കൻഡ് വരെ നിങ്ങൾക്ക് ആ ഫ്ലോ നീ കീപ്പ് ചെയ്യാം. You're not going to forget this. That's the only thing I can say. All right, next question, please. Hi. Hi. ആരതി ഫസ്റ്റ് സിനിമയാണ്. ഫസ്റ്റ് സിനിമയിൽ
ഫസ്റ്റ് സിനിമയാണ്. അപ്പൊ ആദ്യമായിട്ട് ഒരു ഗായികയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. റോബിനോട് പറയുമ്പോൾ എന്താണ് പറയുന്നത്? റോബിനോട് പറയുമ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടി എന്ന് ഡോക്ടർ റോബിനോട് പറയുമ്പോൾ എന്താണ് പറയുന്നത് പുള്ളിക്കാരൻ? പുള്ളിക്കാരൻ സപ്പോർട്ടാണ്. പിന്നെ സോങ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആള് വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സിനിമ ഡ്രീം ആയിരുന്നു. ഞാനിപ്പോ ഫിലിമിൽ പാടണമെന്ന് ഡ്രീം ആയിരുന്നു. ഫിലിമിൽ കയറുക എന്നുള്ളത് ഇപ്പൊ എല്ലാവരുടെയും ഡ്രീമായി. സിനിമ എന്ന് പറഞ്ഞാൽ ഡ്രീം ആയിട്ട് നടക്കുന്ന കുറെ പേരുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഇൻഡസ്ട്രി കയറി AD ആയിട്ടായാലും മ്യൂസിക്കൽ ടെക്നിക്കൽ അങ്ങനെ കയറുന്ന കുറെ പേരുണ്ട്. സിനിമ ഡ്രീം ചെയ്ത് അങ്ങനെ ഒരാളായിരുന്നു താങ്കൾ? ഞാൻ 2019 ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. ദുൽഖർ പ്രൊഡക്ഷനിലുള്ള ഒരു മൂവി, അനുപമ പരമേശ്വരന്റെ ഫ്രണ്ടായിട്ട്. അതിനുശേഷം തെലുങ്കിലും തമിഴിലും 3 ഫിലിംസിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു 2021. ഇനി മലയാളത്തിലൊരു മൂവി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അത് നല്ലൊരു പ്രൊജക്ട് വരികയാണെങ്കിൽ ചെയ്യും. ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആസ് എൻ ഹീറോയിനാണ് ഞാൻ പറഞ്ഞത്, സോറി ആക്ട്രസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സിംഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെന്റെ ഫസ്റ്റ് സോങ് ആണ്. നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. അങ്ങനെയില്ല, പണ്ട് എനിക്ക് ചെറിയൊരു ഓഡിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടി വലിയ ഓഡിയൻസിലോട്ട് എത്തി. അപ്പൊ പണ്ട് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടി കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നു. ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം, എന്ത് കാര്യം കമ്മിറ്റ് ചെയ്താലും ഞാൻ ഇടുന്ന എഫേർട്ട് എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പോൾ അതിൽ സെലക്റ്റീവായിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ള കാര്യങ്ങൾ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്നൊരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്യാമെന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാം കയറി ചെയ്യണം, എല്ലായിടത്തും ഓടി നടന്നെല്ലാം ചെയ്യണമെന്നില്ല. കുറച്ച് പീസ്ഫുൾ ആയിട്ട് എൻ്റെ ഒരു കംഫർട്ട് സോണിൽ നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ നോക്കി ചെയ്യാമെന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ കിട്ടിയത് എനിക്ക് ആ ഒരു സോങ് ആയിരുന്നു. അപ്പൊ അത് ചെയ്തു. കിട്ടുന്നതിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയത് ഇപ്പോ അങ്ങനെ ഒരു സോങ് ആയിരുന്നു. അപ്പൊ അത് ചെയ്തു. പറ്റുകയാണെങ്കിൽ ചെയ്തു. ഇല്ല, ഒരിക്കലും ഇല്ല. മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്റെ പേഴ്സണൽ ഇന്റർവ്യൂ പോലെ. ആദ്യം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറെ മെസ്സേജസ് വരുമല്ലോ. എൻ്റെ ബിസിനസ് അക്കൗണ്ടിലോട്ടൊക്കെ ആയിരുന്നു ഇങ്ങനൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അച്ഛനായിരുന്നു സംസാരിച്ചിരുന്നത്. ഞാൻ ആദ്യം എന്നെ പറ്റിക്കാൻ വേണ്ടി പറയാതിരിക്കുന്ന വിചാരിച്ചത്. കാരണം ഞാനൊരു പ്രൊഫഷണൽ സിംഗർ അല്ല, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിംഗർ അല്ല. അപ്പൊ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ ഞാൻ ആദ്യം വെറുതെ പറയാതിരിക്കുന്ന വിചാരിച്ചത്. പിന്നെ പ്രശാന്തിനായിട്ട് ഡയറക്റ്റ് സംസാരിച്ചപ്പോഴാണ് ജെന്യൂൻ ആയിട്ടുള്ള ഓഫറാണെന്നുള്ളത് മനസ്സിലായത്. പിന്നെ പോയി ചെയ്തു. നല്ല രീതിയിൽ നമ്മളവര് എനിക്ക് പറ്റാത്ത ഫസ്റ്റ് ടൈം ചെന്നപ്പോൾ ഞാൻ ഇതെനിക്ക് പാടാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ആ ഒരു കംഫർട്ട് സോൺ കിട്ടിയപ്പോൾ ചെയ്തു. പ്രശാന്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. പിന്നെ സാറും ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫാമിലി ഉണ്ടായിരുന്നു, റോബിൻ ചേട്ടൻ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു. ഭയങ്കര വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലി ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറച്ച് ടെൻഷനുള്ള കൂട്ടത്തിലാണ്. പക്ഷെ ഇത് കൂളായിട്ട് പോയി ചെയ്തിട്ട് വരാൻ പറ്റി. കാരണം അത് ഇവരുടെ ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു അത്. ഒരുപാട് മലയാള ചിത്രങ്ങൾ താങ്കൾ കണ്ടിട്ടുണ്ടോ? ക്യാരക്ടർ റോളിലായാലും അങ്ങനത്തെ കണ്ടിട്ടുണ്ടോ? പക്ഷെ തുടർച്ചയായിട്ട് ഒരു ലീഡ് റോളിലും അങ്ങനെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ തേടി വരുന്നില്ല എന്ന് വരുന്നുണ്ടോ? എനിക്കിപ്പോ ഒരു ടോട്ടൽ 6 മൂവീസ് റിലീസ് ആവാനുണ്ട് ഈ സിനിമ ഉൾപ്പെടെ. അപ്പൊ അത് ഈ സിനിമയിൽ കൂടാതെ ബാക്കി 3 സിനിമകളിലും 2 ഞാൻ ഹീറോ ആണ്. ഒരെണ്ണം നമ്മുടെ RSML ഡയറക്ടർ സിനിമ ഞാൻ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. വേറെ 2 മൂവീസ് ഹീറോ ആയിട്ട് റിലീസ് ആവാനുണ്ട്. പിന്നെ തമിഴിൽ 2 മൂവീസ് ഹീറോ ആയിട്ട് റിലീസ് ആവാനുണ്ട്. അപ്പൊ ഇനി വരുന്നതൊക്കെ ലീഡ് ക്യാരക്ടേഴ്സ് റിലീസ് ആവുന്നുണ്ട്. അപ്കമിങ് ഒരു 3 മൂവീസ് ഇറക്കാൻ പറ്റിയിരുന്നു. പൊതുവെ അങ്ങനത്തെ ഒരു ഇതുണ്ട്. കാരണം ഒരു ചെറിയൊരു റോള് ചെയ്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ലീഡ് റോള് കിട്ടാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ സ്ട്രഗിൾ അങ്ങനെയൊന്നുമില്ല. ഞാൻ ആക്ച്വലി എനിക്ക് നേറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് മൂവീസിൽ നേറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലീഡ് മൂവീസ് വരാനുണ്ട്. പക്ഷെ ഞാൻ ഇപ്പൊ ഒന്നുകൂടെ സെലക്റ്റീവ് ആയിട്ട് നല്ല സ്റ്റോറീസ് ചെയ്യാനുള്ള ഭാഗമായിട്ട് ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്യാണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പൊ വരുന്ന മൂവീസിന് അത്യാവശ്യം നല്ല ബാലൻസ് ആണ് നല്ല ടീമോട് ചെയ്തിട്ടുള്ളത്. റിലീസ് ആവാനുണ്ട്. Good question. I expect that question. ആരതിപ്പൊടി പാടിയ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടു. അപ്പോഴ് ആ കുട്ടിയുടെ വോയിസിന്റെ തിളക്കം ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ മിസ്റ്റർ പ്രശാന്ത് മോഹനോട് പറഞ്ഞു, ഈ കുട്ടിയെ ഒന്ന് പിക്ക് ചെയ്താലോ ചോദിച്ചു.
ആരതിപ്പൊടി പാട്ടൊന്നും പാടിയിട്ടില്ല. നോ പ്രോബ്ലം. എനിക്കങ്ങനെ ഒരു ട്രെൻഡില്ല. ഹൈ ലെവലിൽ നിൽക്കുന്നവരെ മാത്രം കൺസിഡർ ചെയ്യണമെന്നുള്ളൊരു ഇതില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ആർക്ക് ഒരു ടാലൻ്റ് ഉണ്ട്, അത് പുതിയതായ പഴയതായ ടാലൻ്റാണ് യൂസ് ചെയ്യുന്നത്. So she has a talent, very good talent, more than I expected. She did very well. And അത് നല്ല മനോഹരമായി ആ ഹേമന്തിൻ്റെയും നയന പ്രസാദിൻ്റെയും സീനിൽ നല്ലതുപോലെ ഭംഗിയായിട്ട് മാച്ച് ചെയ്യും. സോ അതുകൊണ്ടാണ് പിക്ക് ചെയ്തത്. അതാണ് അതിൻ്റെ ആൻസർ. ഇല്ല, ഞാൻ ഈ റാൻഡമായി ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്. കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യുമി തളിർവനങ്ങളിൽ. കുഞ്ഞു പൂക്കളിൽ പറന്നിറങ്ങും ശലഭമായി മഞ്ഞു പെയ്യുമി തളിർവനങ്ങളിൽ. പൂക്കുന്ന മുല്ല പോൽ മണമായി വഴിയിൽ കുളിർ തെന്നലായി പാലു കൂട്ടുകാരി നീ. ബാക്കി സസ്പെൻസ് ആണ്. കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അതോ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കാണാൻ വരുന്ന പ്രേക്ഷകരോട് നിങ്ങൾ ഡിസപ്പോയിൻഡ് ആകില്ല എന്നാണ് പറയുന്നത്. കാരണം വ്യത്യസ്തമായ മൂവി എന്ന് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ സാധാരണ കാണുന്ന ഒരു തരത്തിലല്ല ഇതിൻ്റെ ഫ്ലോ. അത് തന്നെ അതുകൊണ്ട് ബോറടിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇത് കാണണമെന്ന്. അപ്പോൾ അതേ രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നതിൻ്റെ ഫ്ലോ. എന്നാൽ പോലും എല്ലാ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അവരെന്തിഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ ഇഷ്ടമാണ്. പ്രേക്ഷകർ ഇല്ലെങ്കിൽ ഞങ്ങളില്ല, ഞങ്ങളില്ലെങ്കിലും പ്രേക്ഷകരുണ്ട്. കാരണം അവർ വേറെ ആരെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിലും. അതുകൊണ്ട് പ്രേക്ഷകരാണ്, അവർ ടാലൻറ്റഡ് ആണ്. ഈ പ്രേക്ഷകർ ആസ്വദിക്കാനുള്ള ഒരു ടാലന്റ് എന്ന് പറയുന്നത് അരിസോണൽ ബാസ്റ്റ്. ഞങ്ങൾ അഭിനയിക്കുന്നത് മാത്രമല്ല, അവർ ആസ്വദിക്കണം. ആസ്വാദന കല എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കലയുള്ളവരാണ്. അതുകൊണ്ടാണ്. സോ ദേ ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ us. അവർ ഞങ്ങളെക്കാൾ പ്രധാനമുള്ളവരാണ്. Any other question, please? വിനീത് ശ്രീനിവാസൻ സാറിന് ഇഷ്ടമാണ്. എല്ലാ പാട്ടും ഇഷ്ടം. പക്ഷെ ഞാൻ 2 പാട്ട് ചെയ്തിട്ടുള്ളൂ. 2 പാട്ട് ചെയ്തിരിക്കുന്നത് വേറെ ആളാണ്. എനിക്ക് തന്നിട്ടുള്ള 2 പാട്ടും മെലഡി തന്നെയാണ്. ഒന്നൊരു സ്ലോ മെലഡി, ഒന്ന് കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻസ് റൊമാൻറ്റിക് തന്നെയാണ്. സിറ്റുവേഷൻസും അങ്ങനത്തെ തന്നെയാണ്. ഞാൻ ചെയ്ത 2 പാട്ടും മെലഡീസ് തന്നെയാണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സിംഗേഴ്സ് അങ്ങനെയുള്ളതൊക്കെയാണ്. ഇല്ല, ഞാൻ പറയിച്ചിട്ടില്ല. ഇല്ല. കല്യാണത്തിൻ്റെ നമ്മുടെ എൻഗേജ്മെന്റിന്റെ ഡേറ്റിന്റെ അന്ന് നമ്മളത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഡേറ്റ് എടുക്കും. റോബിൻ ചേട്ടൻ ദുബായിലാണ് ബിസിനസിന്റെ അവസ്ഥ വേണ്ടി പോയി. ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും വന്നായിരുന്നു. മൂവി മുന്നേ ചെയ്തിട്ടുണ്ട്. ബട്ട് ചെറിയ ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളതൊക്കെ. ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് മൂവിയാണിത്. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് മൂവിയാണ് ലീഡ് റോൾ ചെയ്തത്. അപ്പം എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്താ പറയുക, ആദ്യം ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ സാറുണ്ട്, പിന്നെ ക്യാമറമാൻ, പിന്നെ അസോസിയേറ്റ് വിഷ്ണു ഉണ്ട്. സോ വിഷ്ണുവിൻ്റെ പേര് ഞാൻ എടുത്തു പറയുന്നതാണ്. ആക്ച്വലി പുള്ളിക്കാരെ വളരെയധികം ഹെൽപ്പ് ചെയ്തു സ്ക്രീനിലേക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈസി ആയിരുന്നു എല്ലാം. കാരണം എല്ലാ നമ്മുടെ ക്രൂസും മെമ്പേഴ്സും എല്ലാം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. കോആർട്ടിവേഴ്സ് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ സ്മാർട്ട് ഫോൺ പ്ലേ എന്ന പേര് കേൾക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, ഇന്ന ചെയ്യാനുള്ള മൂവിയാണ് എന്ന് നമുക്കൊരു ഫീൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതൊരു ചെറിയൊരു മിത്ത് മാത്രമാണ്. സോ ത്രൂ ദാറ്റ് ഇത് പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കും എന്തായാലും. സസ്പെൻസ് ത്രില്ലറായ ഒരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്.
ആസ് ഒരു പ്രേക്ഷകൻ ഞാനൊരു ഡബിങ് പോയ സമയത്ത് നമുക്ക് വളരെ നൈസ് സ്ക്രീൻ പ്ലേ എല്ലാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുന്നൊരു ചിത്രമാണ്. ഈ ചിത്രം കണ്ടിട്ട് വേണം ഇനി എന്തെങ്കിലും ചാൻസ് കിട്ടാൻ. അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു. പിന്നെ പഴയ തന്നെ ഹേമന്തിനോട് ഞാൻ ഒരു സീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളാകുമ്പോൾ എനിക്ക് കുറച്ച് ഒരു പേടിയുണ്ടായിരുന്നു ഇപ്പം എങ്ങനെയായിരിക്കും ഡയറക്റ്റ് ചെയ്യുന്നത്. സോ പുള്ളിക്കാരൻ തന്നെ എനിക്ക് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആകും. സോ അങ്ങനെയൊക്കെ സജഷൻസ് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല എന്താ പറയുക, നല്ല രീതിയിൽ സ്ക്രീനിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. Any more questions? No. Okay, പ്രസ് മീറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി. Bye bye. ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന ചിത്രം വൻ വിജയമാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ആശംസിക്കാം. താങ്ക് യു. So much for coming and to support us. It will be a beautiful experience for all of you.